70ഓളം ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് കോങ്കോയിൽ. തുടർച്ചയായി അക്രമങ്ങളും കൂട്ടക്കൊലപാതകങ്ങളുമായി കുപ്രസിദ്ധിയിലൂടെ നീങ്ങുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ക്രൈസ്തവ സമൂഹം വംശഹത്യയിലേക്ക് നീങ്ങുന്ന ഭീകരമായ സാഹചര്യം നിലനിൽക്കുകയാണിപ്പോൾ. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ഒരു മുൻകാല ഫ്രഞ്ച് കോളനിയായിരുന്ന കോങ്കോയിൽ പൂട്ടിയിട്ടിരുന്ന ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ 70 ക്രൈസ്തവ സഹോദരങ്ങളെയാണ് അങ്ങേയറ്റം ക്രൂരമായ നിലയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കാണപ്പെട്ടിട്ടുള്ളത്. റുവാണ്ടയുടെ പിന്തുണയുള്ള വിമത ഇസ്ലാമിക തീവ്രവാദികളാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കനത്ത ആക്രമണങ്ങളും കിഡ്നാപ്പിങ്ങുകളുമെല്ലാം നേരിടുന്ന കോങ്കോയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷമായ ക്രൈസ്തവർ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വംശഹത്യയിൽ കടുത്ത ഭീതിയിലും ആശങ്കകളിലുമാണ് ഇപ്പോൾ കോങ്കോയിൽ കഴിച്ചുകൂട്ടുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഗോള ഇസ്ലാമിക തീവ്രവാദികളായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന തീവ്രവാദ സംഘമാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ വടക്ക് കിഴക്കൻ കോങ്കോയിൽ നടന്ന ഈ നരഹത്യയ്ക്ക് ചുക്കാൻ പിടിച്ചത്. നമുക്കറിയാം, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മുഖമുദ്രയാണ് ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളത്. പുലർച്ചെ ലുബറോ പ്രദേശത്തെ ക്രൈസ്തവ വീടുകളിലെത്തിയ തീവ്രവാദികൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ദികളാക്കി കൊണ്ടുപോവുകയായിരുന്നു. ആളുകൾ കൂടി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും വീണ്ടും തീവ്രവാദികൾ കൂട്ടമായി വന്ന് 50 ക്രൈസ്തവ വിശ്വാസികളെ കൂടി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇവരെ കസംഗയിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഫെബ്രുവരി ആദ്യം മുതൽ കോങ്കോയിൽ നിലനിൽക്കുന്ന കലാപങ്ങളാൽ ക്രമസമാധാന നില താറുമാറായതിൽ കോങ്കോയിലെ പള്ളികളും ആശുപത്രികളും സ്കൂളുകളുമെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അതിലൊരു പള്ളിയിലായിരുന്നു അറുംകൊലയ്ക്കായി തീവ്രവാദികൾ തെരഞ്ഞെടുത്തത്. കൊല്ലപ്പെട്ടവരുടെ മൃതശരീരം പോലും അടക്കാനാകാത്ത സാഹചര്യത്തിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ ക്രൈസ്തവരിൽ ഭൂരിപക്ഷവും അവിടെ നിന്ന് രാജ്യം വിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് അഫിലിയേറ്റഡായ ADF നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും ക്രിസ്ത്യാനികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതാണ് കടുത്ത ആശങ്ക തന്നെ ഉളവാക്കുന്നത്. കോങ്കോയുടെ അയൽ രാജ്യമായ റുവാണ്ടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള M23 എന്ന സായുധ സംഘടന ജനുവരി അവസാനത്തോടെ കിഴക്കൻ കോങ്കോയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയുണ്ടായി. തുടർന്ന് കോങ്കോയിൽ വിമത ആക്രമണങ്ങൾ ശക്തമാകുകയും അവർ നഗരം പിടിച്ചടക്കിയതിന് ശേഷം ഈ മാസം ആദ്യം ഗോമയിലെ മുൻസെൻസെ ജയിലിൽ 100 കണക്കിന് സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത്. അതിനുശേഷം അവരെ ജീവനോടെ കത്തിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന കോങ്കോയിൽ നിന്ന് 2000-ലധികം മൃതദേഹങ്ങൾ റെഡ് ക്രോസ് ശേഖരിച്ചു. അതിൽ 787 മൃതദേഹങ്ങൾ ഇപ്പോഴും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൊല ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ഇനിയും ഉയരുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ 70 ക്രൈസ്തവരെ കൂടി കൊന്നിരിക്കുന്നത് കഴുത്തറുത്ത്. M23 ഭീകരന്മാർ ക്രിസ്ത്യൻ സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നതിൻ്റെ ഇടയിലാണ് ADF പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദി സംഘടനകളും ക്രൈസ്തവർക്കെതിരായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു പോയവരെ തിരികെ എത്തിക്കാനുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ന്യായീകരണമാണ് ഇവർ ഇതിന് പറയുന്നത്. ADFൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് കഠിനമായ പീഡനങ്ങളാണ്. ഇതുകൂടാതെയാണ് ഈ പ്രവിശ്യയിലെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, ലൈംഗിക അടിമത്തം, തീവ്രവാദികളുമായുള്ള നിർബന്ധിത വിവാഹം എന്നിവയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കൊടിയ ദുരന്തത്തിൽ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടിരിക്കുന്ന കോങ്കോയിലെ ക്രൈസ്തവർ ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്നാൽ ഗാസയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന മാധ്യമങ്ങൾ ഇത്രയും ക്രൂരമായ മനുഷ്യഹത്യ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയത് അറിഞ്ഞിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി അങ്ങനെ ഇരിക്കുകയാണ്.